നിങ്ങൾ ഗൾഫിൽ ജീവിച്ചവരാണെങ്കിൽ അറിയാനൊക്കത്തില്ല. അവിടെ ജീവിച്ച ആൾക്കാർ, അതായത് ഇവിടുന്ന് ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാനുള്ള ചാൻസ് ഉള്ളൂ. എന്താ ഹായ് ഗേസ്, ഞാനിത് പറയാൻ പോകുന്നൊരു വീഡിയോ വെച്ചാൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ഈ കാണുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. അതിൽ ആ സ്പ്രേ ചെയ്യുന്ന ഞാനാണ്. 10-18 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ വണ്ടിപ്പണിയാണ്, വണ്ടിയുടെ അസസറീസിൻ്റെ വർക്കാണ്. ഫിലിമുട്ടീരായാലും എല്ലാം നിങ്ങൾക്ക് പറയണ്ടല്ലോ, അത് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വർക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോക്കകത്ത് കാണുന്ന സ്പ്രേ ചെയ്യുന്നതാണല്ലോ. നമുക്കറിയാം സൗദി അറേബ്യയിൽ വണ്ടി പൊടി അഴുക്കാക്കുന്ന, നമുക്കറിയാം. ലോകത്ത് എനിക്ക് അങ്ങനെ അറിയത്തില്ല. വണ്ടി അഴുക്കാക്കാൻ വേണ്ടി കടയുണ്ട്. ഇതേപോലെ അസസറീസ് കടയുടെ ചേർന്നും അല്ലാതെ മാറിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ വർക്ക്ഷോപ്പിനോടൊക്കെ ചേർന്നിട്ട് ഒരു മുറി കടയെടുത്തിട്ട് പിന്നെ പൊടി അടിച്ചു കൊടുക്കും. വണ്ടി അഴുക്കാക്കി കൊടുക്കുക, നല്ല വൃത്തിയുള്ള അഴുക്കാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്. പൊടി അടിക്കുക, അതായത് കംപ്രസർ വെച്ചിട്ട് നമ്മൾ സ്പ്രേ പെയിന്റ് അടിക്കുന്നത് പോലെ അതേപോലെ ബോഡിക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഈ അടിച്ചു കൊടുത്തിട്ട് പൈസ മേടിക്കുക. 80 രൂപ, 90 രൂപ, 100 രൂപ ഒക്കെ വാങ്ങിക്കുന്ന നല്ല പൈസ കിട്ടുന്ന വകുപ്പാണ്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പൈസ തരും. ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ ഈ പൊടി അടിക്കുന്നത് എന്തിനാന്ന് ഒരു കാര്യമുണ്ട്. ഈ പൊടി അടിക്കാൻ, അഴുക്കാക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലീസ് എപ്പോഴേ പിടിച്ചിട്ട് വണ്ടിയുടെ നിറം മാറ്റി ഫ്രണ്ട് വശം അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴേ പോലീസ് നമുക്ക് ഫൈൻ അടിച്ച് കിട്ടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ഖത്തറി വണ്ടി, അവരുടെ വണ്ടി ഇങ്ങോട്ട് വന്ന് നിർത്തിയിട്ട് അവർ പറഞ്ഞു പൊടി അടിക്കണം എന്ന് പറഞ്ഞു. ഒരു തഖ്ബീറാന്ന് പറയുന്നത്. ഈ പൊടി അടിക്കണം. അപ്പോൾ പൊടി അടിക്കുമ്പം അവർക്ക് ബ്ലാക്കാണ് വേണ്ട, വൈറ്റ് ലാംഗ്രൂസറാണ് ഫുള്ള് കംപ്ലീറ്റും ബ്ലാക്കാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ട ബ്ലാക്ക് ആയിരുന്നു. അതായത് ഹെഡ്ലൈറ്റ്, പിന്നെ ഫോഗ് ലാമ്പ്, അതേപോലെ നമ്പർ പ്ലേറ്റ്. മസ്റ്റാർഡ് നമ്പർ പ്ലേറ്റ് മറക്കത്തില്ല. നമ്മുടെ അടിക്കാൻ പറഞ്ഞാൽ അവരെല്ലാം കൊടുക്കത്തേ ഉള്ളൂ. നിങ്ങൾ അടിച്ചു, നമ്മൾ അടിക്കാൻ ഉത്തരവാദിയല്ല എന്ന് പറയും. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ചില ആൾക്കാർ പറയും നമ്പർ പ്ലേറ്റ് സ്പ്രേ ചെറുതായിട്ടൊക്കെ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് സ്പ്രേ ചെയ്യാൻ പറയും. ഞാൻ പറയുന്നത് അങ്ങോട്ടൊരു വകുപ്പെങ്കില്ല, നിങ്ങൾക്ക് വേണം നിങ്ങളങ്ങ് അടിച്ചു കൊള്ളണം. നമ്മൾ അടിക്കേണ്ട ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ വരുന്നത് ഏത് വകുപ്പിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം പോലീസുകാർ വേഷം മാറി വന്നിട്ട് നമ്മുടെ പറയാൻ നമ്പർ പ്ലേറ്റ് അടിക്കാൻ പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കും. അവന്മാരോട് പിടിച്ചിട്ട് നമ്മളെ അകത്താക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിലോട്ട് നമ്മൾ അങ്ങനെ പ്രശ്നത്തിലൊക്കെ പോകാതെ നമുക്ക് വേണ്ട ഇതൊക്കെ അടിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പോലീസുകാർ കണ്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഫ്രണ്ട് ബമ്പർ, ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് ബമ്പർ, വീൽ ആർച്ച്, നമ്മുടെ ഈ ഒരു ഫില്ലർ ഉണ്ടല്ലോ, ഈ ഒരു ഫില്ലറിന്റെ ആ ഭാഗം 4 വീൽ ആർച്ച് അടിച്ച്, 4 വീൽ ആർച്ച് ബോഡി സൈഡ് അടിച്ച് കംപ്ലീറ്റും അടിച്ച് നല്ല വൃത്തിയാക്കി അടിക്കുന്ന കേട്ടോ. അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നമുക്ക് പല കളർ കിട്ടും. പച്ച കിട്ടുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ റെഡ് കളർ കിട്ടുന്നുണ്ട്, പിന്നെ കട്ടപ്പൊടി കളർ ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ട്, ഗ്രീൻ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഗമ്മ് കളർ വരുന്നുണ്ട്. അത് നമ്മുടെ വെള്ളത്തിന്റെ കളർ ഉണ്ടല്ലോ, പച്ചവെള്ളത്തിന്റെ കളർ. അതേപോലെ അത് അടിക്കുവാനുള്ള ഗുണമെന്ന് വെച്ചാൽ അറിയത്തില്ല, ഈ സംഭവം അടിച്ചിട്ടൊന്നേ അറിയത്തില്ല. അതേപോലെ തന്നെ ഫേറി അടിക്കുന്നത്, ചില ആൾക്കാർ ഫേറി വന്നിട്ട് ഫേറി കൊണ്ട് മേടിച്ചിട്ട് ബോണറ്റിന്റെ പുറത്ത് കംപ്ലീറ്റ് അടിക്കും, ബമ്പറിൽ അടിക്കും, പിന്നെ ഹെഡ്ലൈറ്റും ഒക്കെ അടിക്കും. അത് പിന്നെ ഈ ഫേറിയും ഈ പറഞ്ഞ പോലെ ഗമ്മിന്റെ വെള്ളത്തിന്റെ കളർ ആയതുകൊണ്ട് ആ ഹെഡ്ലൈറ്റ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിസിബിലിറ്റി നമുക്ക് പുറത്തേക്കുള്ള വെട്ടം നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, അത് അടിച്ചോളും. പക്ഷെ കളറുകൾ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ മറിഞ്ഞു പോലായിട്ട്. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് ഒഴിവാക്കും, ഫോഗ് ലാമ്പ് ഒഴിവാക്കും, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒഴിവാക്കും, ഗ്ലാസ് ഒഴിവാക്കും. ഇത്ര ഒഴിവാക്കിയിട്ട് ബാക്കി കംപ്ലീറ്റും അടിച്ചു കൊടുക്കാറുണ്ട്. ചിലർക്ക് ഈ ഫ്രണ്ട് വശം മാത്രം മതിയാവും. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങൾ ഗൾഫിൽ ജീവിച്ചവരാണെങ്കിൽ അറിയാനൊക്കത്തില്ല. അവിടെ ജീവിച്ച ആൾക്കാർ, അതായത് ഇവിടുന്ന് ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാനുള്ള ചാൻസ് ഉള്ളൂ. എന്തായിരിക്കും ഇതിനൊരു ലക്ഷ്യമുണ്ട്. ചിലരൊക്കെ ചുമ്മാ അടച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഇത് അടിക്കുന്നതുകൊണ്ട് ചെറിയൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവുന്നുണ്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഒരു രസം. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ. അനീസ്.